Hello, Anida. How are you? Fine, thank you. Hi. Hello. എന്റെ മിമ്മി മോളെക്കാളും കൃത്യം 1 മാസത്തിന് ഇളയതാ അനിത. അല്ല, ബൈ ദ ബൈ, അനിതയുടെ പിറന്നാൾ സെപ്റ്റംബറിലല്ലായിരുന്നോ? അതിന് ഞങ്ങളെ ആരെയും വിളിച്ചില്ലല്ലോ. അവക്കൊന്ന് സുഖമില്ലാതെ കിടപ്പായിരുന്നു, അതുകൊണ്ട് പാർട്ടിയൊന്നും ഉണ്ടായില്ല. നോ നോ, കഴിഞ്ഞ തവണ നിങ്ങൾ അനിതയുടെ ബർത്ത്ഡേ നടത്തിയില്ല. ഐ റിമെമ്പർ. ഓ, അന്ന് ഞാൻ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരുന്നു. ദാറ്റ്സ് ഫണ്ണി. ഓരോ കൊല്ലവും ഓരോ കാരണം പറഞ്ഞ് പാർട്ടി തരാണ്ട് കഴിക്കാണല്ലേ? നോ നോ, വാട്ട് ടു ഡു, ഇറ്റ് സോ ഹാപ്പൻസ്. നെക്സ്റ്റ് ഇയർ അനിത മോളുടെ ബർത്ത്ഡേ നമുക്ക് ഇതിലും ഗ്രാൻഡ് ആക്കി ആഘോഷിക്കണം. എന്താ മോളെ? ഷുവർ. അനി എന്താ ഇവിടെ ഇരിക്കുന്നേ? ഒന്നുമില്ല. എനിക്ക് മമ്മീന്റെ അനിയനെയും ഒരു വക അഭിനയം കാണുമ്പോഴാ. അങ്ങനെ എക്സാമും കഴിഞ്ഞു. എങ്ങനെ? ഈസി ആയിരുന്നു നീ? 3 പ്രോബ്ലംസ് തെറ്റിപ്പോയി. അതെന്താ? ഈ വിനുവിന്റെ ചോദ്യം കേൾക്കുമ്പോഴാ എന്തുകൊണ്ടാ തെറ്റിയതെന്ന് അറിയായിരുന്നെങ്കിൽ പിന്നെ തെറ്റിക്കുമായിരുന്നോ? എനിക്കെന്താ പറ്റിയേ? ശരിക്കും പഠിച്ചില്ലായിരുന്നോ? ഇല്ല, എന്തിനാ കഷ്ടപ്പെട്ട് പഠിക്കുന്നതെന്ന് വരെ തോന്നിയിരുന്നു. എനിക്ക് ഒന്നിനൊരു ഉത്സാഹമില്ല. വിനുവിനോട് എന്തിനാ വിളിക്കണേ? പഠിക്കണമെന്ന് വെച്ചാലും എങ്ങനെയാ പഠിക്കുക ആ വീട്ടിലിരുന്ന്? സ്നേഹമുള്ള ഒരു വാക്ക് പറയാൻ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ വിനു? മമ്മിക്കും അതെ, ഡാഡിക്കും അതെ. കണ്ടുകൂടാ എന്നെ. എന്ത് തെറ്റ് ചെയ്തിട്ടാന്നറിയില്ല. അങ്ങനെയുള്ളൊരുത്തരുന്ന് പഠിക്കാന്ന് വെച്ചാൽ തന്നെ തലയിൽ കയറൂ വിനു. എനിക്കും അതേ. വീടെന്ന് പറയുമ്പോ വെറുപ്പാണ്. സത്യത്തിൽ ഈ സ്കൂളിൽ വരുമ്പോൾ സന്തോഷമേ ഉള്ളൂ. പരീക്ഷ കഴിഞ്ഞു, ഇനിയിപ്പോ സ്കൂൾ അടയ്ക്കാൻ ഓർക്കുമ്പോഴാ എനിക്ക് 2 മാസം വീട്ടിൽ മാത്രം കഴിയാന്ന് വെച്ചാൽ കരഞ്ഞു കരഞ്ഞു ചാവും. സ്കൂളിലപ്പോഴത്തെ കാര്യം തന്നെ വിഷമമാ. ഗുഡ് ഈവനിങ് വിനോദ് ഡിയർ. ഗുഡ് ഈവനിങ് ഫാദർ. ഗുഡ് ഈവനിങ്. എങ്ങനെയായിരുന്നു എക്സാമിനേഷനൊക്കെ? സോ അതെന്താ അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നോ? വിനോദ് വെറുതെ പറയാവൂ. എല്ലാം നന്നായിട്ട് തന്നെ എഴുതിയിട്ടുണ്ടാവും. പിന്നെ ചെറിയമ്മയെ വെറുതെ വിഷമിപ്പിക്കാൻ വേണ്ടി അങ്ങനെ പറയാ അല്ലേ? ഈ വിനോദ് ഇപ്പോഴും എന്റെ മുമ്പിൽ വളരെ റിസർവ്ഡാ. ചെറിയമ്മയാണെങ്കിലും സ്വന്തം അമ്മയായി കരുതിയ പോരെ? അവൻ കുട്ടിയല്ലേ? കുട്ടി തന്നെയാ. ഇപ്പൊ തന്നെ എന്റെ എത്രയുണ്ട്. ഹാവ്, വിനോദിന്റെ സ്കൂൾ അടച്ചത് ഒരു ആശ്വാസമായി. ബിസിനസ്സും ടൂറും ബാക്കിയുള്ള സമയത്ത് പുസ്തക വായനയും കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ എനിക്ക് എപ്പോഴാ കിട്ടുന്നത്? ഒന്നുമില്ലെങ്കിലും ക്യാരംസ് കളിക്കാനും കാർഡ്സ് കളിക്കാനും വിനോദ് എനിക്കൊരു കൂട്ടുമായിരിക്കുമല്ലോ. ശരി, ഒന്നുകൂടെ. ഈവനിങ് ഡാഡി. അനുചേച്ചി എല്ലാ ഗെയിമിലും എന്നെ തോൽപ്പിച്ചു. അടുത്ത ഗെയിമിൽ ഞാനാ ജയിക്കും, ഷുവർ. ഇവർക്കപ്പുറത്ത് ജോലിയൊന്നുമില്ലേ? 100 തവണ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, യതീഷിനെ അവളുടെ കൂടെ മിങ്കിൾ ചെയ്യിക്കരുത്. എനിക്കത് ഇഷ്ടമല്ല. എന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ വീട്ടില് അനിയന്മാരുടെ കൂടെ വഴക്കൂടുമ്പോഴാ ശകാരം കേൾക്കുന്നത്. എന്തായി ഇങ്ങനെ എന്നോട്? അതൊന്നും സാരല്ല മോളുവാ, ആയ ചോറ് വിളമ്പ. വേണ്ട, എല്ലാവരുടെയും കൂടെ മതി. അവരൊക്കെ പിന്നെയല്ലേ കഴിക്കൂ. എനിക്കും അപ്പം മതി. പറയണത് കേക്കുവാനി, നല്ല കുട്ടിയല്ലേ? എന്താ അവരുടെ കൂടെ ഇരുന്ന് കഴിച്ചാൽ ഇറങ്ങൂല്ലേ? എനിക്ക് വിശപ്പില്ല, ഒന്നും വേണ്ട.
ഇത്ര വേഗം കുടി കഴിഞ്ഞോ? ഇതെന്താ കാക്കക്കുളിയാ? പോകുന്നിടത്തൊക്കെ അവളെ കെട്ടി എഴുന്നള്ളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ലേ? അതല്ല, ഒരു മാസത്തോളം നമ്മളിവിടെ ഉണ്ടാവില്ലല്ലോ. പ്രായമായി വരുന്ന കുട്ടിയാണ്. അവളിവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് ജനനം അതല്ലേ. ഒറ്റയ്ക്കായാലും കൂട്ടത്തിലായാലും കാര്യമൊക്കെ ശരിയാ. ആരെങ്കിലും കേട്ടാൽ? കേട്ടാലെന്താ, എന്നെ അങ്ങ് വിഴുങ്ങുമോ? ലതേ, വേറൊരുത്തന്റെ കുഞ്ഞ് നിന്റെ വയറ്റിൽ വളരുന്നു എന്ന് അറിഞ്ഞുകൊണ്ടാ നിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയത്. എന്റെ മാനം കാക്കാൻ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് അവളെ മോളെ എന്ന് വിളിക്കാന്നല്ലാതെ അവളെ മോളെപ്പോലെ കരുതാൻ എനിക്ക് പറ്റില്ല. എനിക്കെന്നല്ല, ആർക്കും. അതറിഞ്ഞു പെരുമാറാൻ നിനക്കാവില്ലെങ്കിൽ എന്തിനെപ്പോഴും ഇങ്ങനെ? അന്നേ മരിക്കാൻ തുനിഞ്ഞ് എന്നെ തടഞ്ഞ് എനിക്കൊരു ജീവിതം തന്നെ ഇതിനായിരുന്നു. എപ്പോഴും ഇങ്ങനെ ശവത്തിലിട്ട് കുത്താൻ? ലതേ, ആഗ്രഹിക്കാണ്ട് പിറന്ന കുട്ടിയെ സ്നേഹിക്കാൻ കഴിയാതെ മോളെ എന്ന് വിളിക്കേണ്ടി വരുന്ന ഒരമ്മയുടെ മനസ്സ് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അനിതയെ കാണുമ്പോഴേ എനിക്ക് പേടിയാ. ഞാൻ പറയുന്നത് കേൾക്കൂ. അവൾ ഇവിടെ തന്നെ നിന്നോളൂ. ആയുണ്ടല്ലോ കൂട്ടിന്. വിനു, അനി എന്താ ഇവിടെ? വെറുതെ. എന്താ അനി? ഒന്നുമില്ല. എനിക്ക് വീട്ടിൽ പോണമെന്നേ ഇല്ല. എന്തിനാ പോയിട്ട്? വിനുവിനറിയോ, ഞാൻ ഞാൻ എന്റെ ഡാഡിയുടെ മോളല്ലാന്ന്. ഡാഡി കല്യാണം കഴിക്കുന്നതിന് മുൻപ് മമ്മിയുടെ വീട്ടിൽ ഞാനുണ്ടായിരുന്നു. എനിക്ക് ആരുമില്ല വിനു. അനി, നമ്മൾ രണ്ടുപേരും ഒരുപോലെയാ. എന്റെ അമ്മ മരിച്ചതിൽ പിന്നെ വീടെന്ന് പറഞ്ഞ എനിക്കിഷ്ടേയല്ല. വിനുവിന് ഡാഡി ഇല്ലേ? അച്ഛനുണ്ട്. പക്ഷേ അച്ഛനോട് മാത്രമേ ഉള്ളൂ ഇഷ്ടം. പിന്നെ ചെറിയമ്മയോടും. ചെറിയമ്മയ്ക്കോ? അയ്യേ, വൃത്തികെട്ടത്. എനിക്ക് അവരെ കണ്ടേ കൂടാ. ഒരു വക ചിരിയും കുഴച്ചലും വഷള് അറക്കിയ ചെയ്യ. ചിലപ്പോഴൊക്കെ അവര് ഞാനിതെങ്ങനെ അനിയോട് പറയാ? അടുത്ത് വന്ന് ഇങ്ങനെ മുട്ടി ഒരുമി നിൽക്കും. എന്നിട്ട് കയ്യെടുത്ത് മേത്ത് വയ്ക്കും. അസത്ത് പഴുതാര മേത്ത് കയറുന്ന പോലെയാ എനിക്കപ്പോ. വിനുവിനൊരു തട്ട് വെച്ചു കൊടുക്കാൻ മേലായിരുന്നോ? പിന്നില്ലാണ്ട. മഴയുടെ ഭാവം ഉണ്ടെന്നാ തോന്നണേ. നേരം വൈകിയ അനി അന്വേഷിക്കില്ലേ? അവിടെ ആരുമില്ല. മമ്മിയും ഡാഡിയും രതീഷും ഊട്ടിപ്പോയി. ആയും ഞാനും മാത്രമേ ഉള്ളൂ. എന്നെ അന്വേഷിക്കുന്നുണ്ടാവും. ആ, അന്വേഷിക്കട്ടെ. വാ. പേടിയാ?
ഉടുപ്പ് അഴിച്ചു പിഴിഞ്ഞു. എവിടെ? അപ്പുറത്ത് മാറി. ഞാൻ എന്താ അവിടെയല്ലേ നിൽക്കുന്നേ? നോക്കൂല. എന്നാ വേണ്ട, ജലദോഷം പനിയും പിടിച്ചോട്ടെ. ഇതെവിടേക്കാ പോണത്? അറിയില്ല. അറിയില്ലാണ്ട്? അറിഞ്ഞിട്ടിപ്പോ എന്താ കാര്യം? ഏതായാലും ഇതിനകത്ത് കുടുങ്ങി. ഇനി നിർത്തുമ്പോ നിർത്തട്ടെ. നോക്കട്ടെ. അങ്ങനെയല്ല. ഇതെപ്പോഴെങ്ങും നിർത്തില്ലേ? ഗുഡ്സ് അല്ലേ, കുറെ ദൂരം പോയിട്ടേ നിർത്തൂ. ഒരു സമയം പുലർച്ചെയാവും, ചിലപ്പോ അതിലും വൈകും. അയ്യോ, എന്താ എനിക്ക് വീട്ടിൽ പോവാനാ? എവിടെ ഉറങ്ങാ? കണ്ണിന്റെ ചവിട്ടും തൊഴിയും കൊള്ളാണ്ട് ഇവിടെ. ഇവിടെയോ? ഇനി ഇവിടെ ഗൺലപ്പിന്റെ കിടക്കോണം ഇട്ടിട്ട് അതിന്റെ മേലെ. എന്താ മതിയാ? വിനു എവിടെ കിടക്കണേ? ഇവിടെ. അയ്യേ, എന്റെ അടുത്തോ? പിന്നെ എവിടെയാ കിടക്കണ്ടേ? കണ്ണിന്റെ കാൽച്ചോട്ടിലോ? അനി എപ്പോഴാ എന്തെങ്കിലും കഴിച്ചേ? രാവിലെ. ഉച്ചക്ക്? അതെന്താ അനി? രാത്രിയായിട്ടും കാണാണ്ടാവുമ്പോ വിനുവിന്റെ വീട്ടുകാർ കിടന്ന് അന്വേഷിക്കുന്നുണ്ടാവും. അന്വേഷിക്കട്ടെ.
ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ എവിടെയാ? വിശക്കണില്ലേ? ഇപ്പൊ എന്താ ചെയ്യാ? എവിടെയെങ്കിലും നിർത്തിയിരുന്നെങ്കിൽ കുറച്ച് വെള്ളമെങ്കിലും കുടിക്കായിരുന്നു. വല്ലാണ്ട് വിശക്കണുണ്ടോ? എനിക്കും അതെ. എനിക്ക് കണ്ണിനെ കറക്കാൻ അറിയോ? കറക്ക്? ആ, ഇല്ല, ഞങ്ങളുടെ അവിടെ കറക്കാറില്ല. പിന്നെ കുപ്പിയിലെ പാല് വരെ. എന്തിനാ കറക്കണേ? പാല് കുടിക്കാൻ. അയ്യേ, കാച്ചാണ്ടയോ? അല്ല, കാച്ചി പഞ്ചസാരയും ബോൺവിറ്റി ഇട്ട് തരാം. എങ്ങനെ കറക്ക? എനിക്കും അറിയില്ല. പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. എന്തായി കാണിച്ച്? ഞാൻ ഓടിക്കേറില്ലായിരുന്നു. അയ്യോ, മുറിഞ്ഞ.
സാരില്ല, ഒരു പനിയുണ്ട്. ഇനി പേടിക്കാനില്ല, വാ. രാത്രിയായി. ഇന്നിനി നമുക്ക് ഇവിടെ എവിടെയെങ്കിലും കൂടാം. ഇവിടെ എവിടെ കിടക്ക്? താഴെ കിടന്നാൽ വല്ല മൃഗങ്ങളോ പാമ്പോ വന്നാലോ? അയ്യോ, നമുക്ക് ആ മരത്തിൽ കയറി കിടക്കാം. എനിക്ക് അറിഞ്ഞൂടെ കയറാൻ, ഞാൻ വീഴും. ഞാൻ പിടിച്ചു കയറി തരാം, വാ. ഇറങ്ങാനാ ഇനി പാട്. സാരില്ല. പേടിയുണ്ടോ? പിന്നില്ലാണ്ടാ. എനിക്കുണ്ട്. അമ്മയുള്ളപ്പോ പറയായിരുന്നു പേടി തോന്നിയാല് അർജുനെ ജപിച്ചാ മതിയെന്ന്. അർജുനൻ ഫൽഗുനൻ പാർത്ഥൻ വിജയനും വിശദമായ അർജുനൻ ഫൽഗുനൻ പാർത്ഥൻ വിജയനും വിശ്രുതമായ പേർ പിന്നെ കിരീടിയും ശേതാശ്വനെന്നും ധനഞ്ജയൻ ജിഷ്ണുവും ഭീതിഹര സവ്യസാജി വിവത്സുവും ഈ 10 നാമങ്ങളും ഭക്ത്യാ ജപിക്കുകിൽ നിത്യഭയങ്ങൾ അകന്നുവും നിശ്ചയം. അനി 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 എങ്ങനെ ഇറങ്ങാ? കേറിയ പോലെ തന്നെ ഇറങ്ങാം, വാ. പതുക്കെ. അനി എന്താ പല്ലിയേക്കുന്നില്ലേ? ബ്രഷും പേസ്റ്റും ഇല്ലാണ്ട് എങ്ങനെയാ?
മനസ്സുണ്ടെങ്കിൽ തേച്ചാ മതി. ഫ്രഷും ബെസ്റ്റും. ഇതുകൊണ്ട് തേച്ചോ. നിക്കി. വേണമെന്ന് വെച്ചിട്ടല്ലെങ്കിലും ഇങ്ങനെ പോന്നുപെട്ട് നന്നായില്ലേ? വീട്ടിലുള്ളവരാകെ പേടിച്ചിട്ടുണ്ടാവും എന്താ പറ്റിയെന്ന് അറിയാതെ. എന്തായാലും ഞാനില്ല ഇനി വീട്ടിലേക്ക്. ഞാനും. ഈ കാട നല്ലത് അല്ലേ ഇനി? കാട് എനിക്കിഷ്ടായി, പക്ഷെ രാത്രിയിലെ ദിവസവും മരത്തിന്റെ മുകളിൽ കയറാൻ എനിക്കാവില്ല. അപ്പൊ നമുക്കൊരു കുടിലുണ്ടാക്കാം. അപ്പോ ആരെ പിന്നെ നമുക്ക് ചോറും കറിയും വെച്ച് തരിക? പിന്നെ ഈ കാട്ടിലല്ലേ ചോറും കറിയും. വല്ല കാട്ടുകിഴങ്ങോ പഴമോ മറ്റോ തിന്നു കഴിയാം.
അനിയും വിനുവാ. എവിടെയുള്ളതാ? അങ്ങ് ദൂരെ. ഇവിടെ എന്തിനാ വന്നേ? വെറുതെ. വെറുതെയോ? വിശന്നിട്ടാ. ഈ കാട്ടിൽ ഇതെങ്ങനെ വന്നു? അത് വഴിതെറ്റി വന്നതാ. മിടുക്കി. കള്ളത്തമ്മാടികള് ഇഷ്ടം കൂടിയിട്ട് പുറപ്പെട്ടു പോന്നല്ലേ? കഞ്ഞി മുഴുവനും കുടിച്ചോ? ഇല്ല, മുഴുവനും കുടിച്ചില്ല. ഇനി വേണോ? വേണ്ട, മതി. സാരമില്ല, വിശന്നിട്ടല്ലേ? കുടിച്ചോ? നിറഞ്ഞു. ഓവോ ആട്ടെ, ഇനി എന്താ പരിപാടി? ഞങ്ങൾ പോയിക്കോളാം. എവിടേക്ക്? കഴുത കുട്ടികള് ഈ കാട്ടിൽ ഇനി എവിടെ പോവാനാ? ഇവിടെ നിക്ക്, ഞാൻ എന്റെ മൂപ്പരോടും ചോദിക്കട്ടെ. അപ്പുറത്ത് 2 പിള്ളേര് വന്നിട്ടുണ്ട്. ഇഷ്ടം കൂടിട്ട് ഒളിച്ചോടി പോന്നതാ. ഇച്ചിരിച്ചേ ഉള്ളൂ. പൊട്ടിപ്പിള്ളേരാ. എന്താ ഇപ്പൊ വേണ്ടേ? നമുക്കൊരു കൂട്ടാവൂല്ലേ ഇവിടെ നിർത്തിയാല്? ഇല്ലില്ല, കുഴപ്പക്കാരല്ലെന്നാ തോന്നണേ. ഞാൻ നോക്കിക്കോളാം. ഞാൻ എന്റെ ഭർത്താവിനോട് വർത്താനം പറഞ്ഞ് എത്തി നോക്കുകയാണല്ലേ? ഇല്ല. മൂപ്പര് പറഞ്ഞു ഇനി നിങ്ങൾ എങ്ങും അയക്കണ്ടെന്ന്. ഇവിടെ കൂടിക്കൂ, ഞങ്ങൾക്കൊരു കൂട്ടായി. തോന്നിവാസം ഒന്നും കാട്ടാണ്ട് അടങ്ങി കഴിയോ? ഇല്ലെങ്കിൽ ചെവി പൊന്നാക്കും ഞാൻ. നിങ്ങളെ അന്വേഷിച്ചു പിടിച്ച് കൊല്ലാപ്പിന് ഇനി ആരെങ്കിലും വരുമോ പിള്ളേരെ? ഇല്ലേ? വന്നാലും വിട്ടുകൊടുക്കില്ല ഞാൻ. പേരെന്താ? ആരുടെ? എന്റെയോ? എന്റെ പേര് ഞാനെന്നാ. അപ്പോ ഞങ്ങളെന്താ വിളിക്കണ്ടേ? ഞാനും എന്നോ? മിടുക്കി. ഉള്ളത് പറഞ്ഞാൽ ഞാൻ പേര് മറന്നു. മൂപ്പര് വിളിക്കുക ഏഞ്ഞ. നിങ്ങൾ കയറി അങ്ങനെയൊന്നും വിളിക്കരുത് കേട്ടോ. എനിക്കാ വിളി കേട്ടാൽ ആകെ ഒരു തരിപ്പ. പിന്നെ മേജർ വിളിക്കുക ചേച്ചിന്ന, കാതർ കാത്തിന്ന്. നിങ്ങൾ ഇനിയിപ്പോ എന്താ വിളിക്കണ്ടെന്നാ ഞാൻ ആലോചിക്കുന്നു. ആന്റിന്ന് വിളിച്ചു. ഞങ്ങളെ ആന്റിന്നും അങ്കിളെന്നും വിളിച്ചാ മതി. അങ്കിൾ എവിടെ? അകത്തെവിടെയെങ്കിലും ഉണ്ടാവും. മൂപ്പരൊരു ടൈപ്പാ. അങ്ങനെ ആരോട് സംസാരിക്കാനൊന്നുമില്ല. ആന്റിക്ക് വരെ ആരൊക്കെ ഉണ്ട്? ഞാനുണ്ട്, എന്റെ മൂപ്പരുണ്ട്. എന്താ പോരെ? അതല്ല, കുട്ടികള് ഇല്ലായിരുന്നു, ഇപ്പൊ കിട്ടി. ആരാ? നിങ്ങൾ 2 പേരും. പണ്ട് ഒത്തിരി നാളുകൾക്ക് മുൻപൊരു കാലം, ഒരു പെണ്ണിന് 4-5 ആണുങ്ങളും ഒരാണിന് 4-5 പെണ്ണുങ്ങളും ഉണ്ടായിരുന്ന കാലം. അതെങ്ങനെയുണ്ട്? മുണ്ടൻ ഉറക്കുന്ന ഉറങ്ങിക്കോ. പൂട്ടിയേ ആയുള്ളൂ. അപ്പോഴേക്കും അതെങ്ങനെയാണെന്ന് അറിയണല്ലേ? നിങ്ങൾ കേട്ടോ? പൊട്ടി പിള്ളേരാണെങ്കിലും ചോദിക്കുന്ന ചോദ്യങ്ങള് എനിക്കങ്ങ് കലി കയറി. കഥ പറയാൻ നിന്നില്ല, ഞാനിങ്ങി പോന്നു. പിന്നെ അതുകൊണ്ട് മാത്രമല്ല കേട്ടോ, നിങ്ങളിവിടെ ഉറങ്ങാണ്ട് കാത്തിരിക്കയല്ലേ? കഥ പറഞ്ഞിരുന്നാലോ? കുറച്ചുകൂടെ അങ്ങോട്ട് നീ കിടന്നേ. വേണ്ട കേട്ടോ, പിള്ളേരപ്പുറത്തുള്ളതാ. അവരുറങ്ങിട്ടൊന്നും ഉണ്ടാവില്ല.
അറിയോ? എനിക്കും അറിയില്ല. പെൺകുട്ടികൾക്ക് എന്തിനാ നീന്തൽ അറിയുന്നേ? പഠിച്ചിരുന്ന നല്ലതല്ലേ? ഞാൻ പഠിപ്പിക്കാം. അധികം കിടന്ന് കളിക്കണ്ട. കുളിച്ചു കയറും പിള്ളേരെ. ഗുഡ് മോർണിംഗ് ചേച്ചി. ഗുഡ് മോർണിംഗ്. ഇവരാണോ ആ കുട്ടികൾ? അതെ അതെ, ഇവര് തന്നെ. എവിടെയാ വീട്? അങ്ങ് ദൂരെയാ. ദൂരെന്ന് വെച്ചാൽ? ഓ, അതങ്ങ് കുറച്ച് ദൂരെയാ. വെറുതെ പേടിപ്പിക്കാതെ മേജറെ, പിള്ളേരല്ലേ. ആ. ചേച്ചി എന്റെ കോട്ടേജിൽ വരാമെന്ന് പറഞ്ഞിട്ട് ആ. ആ കോഴിക്കുഞ്ഞുങ്ങളൊന്ന് നോക്കണ്ടേ? എന്റെ മേജറെ, ഇവര് വന്നിട്ട് ഒരു ദിവസമെങ്കിലും ഒന്ന് ഇണങ്ങാതെ എങ്ങനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോരുക? ഇന്ന് ഏതായാലും വരാനിരിക്കുകയായിരുന്നു. നമുക്ക് ഒരുമിച്ച് പോവാം. ഓ. ആ, നിനക്ക് വല്ലതും ഉണ്ടാക്കാൻ അറിയാവോ? ഞാൻ പോയിട്ട് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരുക്കി വെക്കൂ. സാധനങ്ങളെല്ലാം അകത്തുണ്ട്. ഉം? ഞാനിവിടെ അടുത്താ താമസം. ഇടയ്ക്ക് കോട്ടേജിലിട്ട് വരണം. ഉം. പിന്നെ ഇതേ, ഞാനും നമ്മുടെ മേജറുടെ അവിടെ വരെ പോയിട്ട് വരാം. പിള്ളേർ ഒറ്റയ്ക്കാ. ഉം? ശരി, അകത്തേക്ക് പോയിക്കോളൂ. ആ, ഞാൻ പോയിട്ട് വരാം പിള്ളേരെ. ഓക്കെ. വിനുവിനറിയോ എന്ത്? എന്തെങ്കിലും ഉണ്ടാക്കാൻ? ഇനിയിപ്പോ എന്താ ചെയ്യാ? ആന്റി വരുമ്പോഴേക്കും എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണല്ലോ. എന്താ ചെയ്യാ? എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. എങ്ങനെ? എങ്ങനെയെങ്കിലും. എരിവ് കൂടിപ്പോയി. കുറച്ച് പഞ്ചസാര ഇട്ടാ മതി. ദാ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. കഴുത കുട്ടികൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കണ്ടില്ലേ? നല്ല രുചിയുണ്ട് ആന്റി. രുചിയുണ്ട്. അറിയില്ലെങ്കിലേ പറഞ്ഞാ പോരെ. മാറോടുന്ന പോടാ വെളിയില്. കൂടുതുണിക്ക് മറുതുണി ഇല്ലാതല്ലേ നിങ്ങൾ ഓടിപ്പോന്നത്? കള്ളത്തമ്മാടികള്. ഇങ്ങോട്ട് തിരി.
ആന്റി, ഈ മേജർ കാര്യമില്ലേ? ഓ, അയാളൊരു പ്രത്യേക സാധനമാണ്. ഭാര്യ നേരത്തെ മരിച്ചു. ഓമനിച്ച് വളർത്തിയ ഒരു മോളെ ഉണ്ടായിരുന്നുള്ളൂ. അവളും പോയി. പിന്നെന്താ, ഒറ്റത്തടി, വേണ്ട പണവും. മനസ്സ് മടുത്ത് പട്ടണവും പരിഷ്കാരവും വെറുത്ത് ഇപ്പതേ കാട്ടില്ല താമസം. ചില നേരത്തെ പ്രകൃതം കണ്ടാ തോന്നും വട്ടാണെന്ന്. അല്ല, അപ്പൊ അങ്ങേർക്കും വട്ടാ? നീ പോടാ ചെറുക്ക. അതെയോ? അരിയും ഉപ്പും മുളകും എല്ലാം നമ്മൾ കൊണ്ടുവന്നേക്കണ ഇതിലുണ്ട് കേട്ടാ. ആ, ഇങ്ങള് പറഞ്ഞ ആനക്കൊമ്പിലെ ചെപ്പ് നമ്മൾ പറഞ്ഞു വെച്ചേക്കണ്. ആ, 2-3 ചന്തയും പാലാണ് കഴിഞ്ഞോട്ടെ. ആ. പിന്നെ എന്തുണ്ട് കതറ നാട്ടിലെ വിശേഷങ്ങൾ? ഓ, എന്ത് വിശേഷന്റെ താറ്റി. മനുഷ്യന്മാര് തമ്മില് കൊടിന്റെയും ജാതിന്റെയും പേരും പറഞ്ഞ് തമ്മി തല്ലിലും കൊല്ലലും തന്നെ അവിടുത്തെ വിശേഷം. ഒക്കെ കാണുമ്പോ തോന്നും നിങ്ങളീ മേജറും ചെലിക്ക് എല്ലാം അങ്ങോട്ട് വലിച്ചെറിഞ്ഞിട്ട് ഈ കാട്ടിലൊന്ന് കൂടിയോ. പിന്നെ എന്താണ് വീടറുടെ കാര്യം ആലോചിക്കുമ്പോഴാണ്. അല്ല താത്തി, ഈ കുട്ടികൾ ഏതാണ്? മുമ്പ് കണ്ടിട്ടില്ലല്ലോ. എന്റെ പിള്ളേരാ, ഇത് അനിയും വിനു. എങ്ങാണ്ടും ഇഷ്ടം കൂടിയിട്ട് ഒളിച്ചോടി പോന്നതാ. ഊയിന്റെ പടച്ചോനെ, ഇത്രയും ചെറുപ്പത്തിലാ? ആ, ഇക്കണക്കിൽ ഇവര് വളർന്നു കഴിഞ്ഞാലത്തെ കാര്യ. ആ, കൊള്ളാവുന്നോടത്തെയും പിള്ളേർ ആയിരിക്കും. ആളുകൾ അന്വേഷിച്ചു വന്ന് പൊല്ലാപ്പുണ്ടാക്കുന്നതിന്റെ മുമ്പേ നമുക്ക് കയ്യോടെ പിടിച്ച് പോലീസ് ഏൽപ്പിക്കാം. ഒന്ന് വെറുതെ ഇരിക്കുക കാതറേ. താൻ എന്റെ പാട് നോക്ക്. ഇവരെന്റെ പിള്ളേരാ. ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. ആ, പിന്നെ താൻ നാളെ ചന്തയിൽ വരുമ്പോ ആ. ഇതാ ഇതിൽ എഴുതിയിരിക്കുന്ന ഉടുപ്പുകളെല്ലാം വാങ്ങിക്കൊണ്ട് വരണം, മറക്കണ്ട. എന്നാലും എന്റെ താത്തി. ആ, കാതറിന് സന്ധിക്ക് മുമ്പ് അങ്ങ് എത്താനുള്ളതല്ലേ. നടന്നു. അയാള് പോലീസിൽ പറഞ്ഞു കൊടുക്കോ വിനു? എനിക്കും അതാ പേടി. പറഞ്ഞു കൊടുക്കലെന്നാ തോന്നുന്നേ. ആന്റി, അയാൾക്കും പേടിയാ. ആ, മേജർക്ക് അറിഞ്ഞുകൂടായിട്ടാണ്. കുട്ടികൾ പുറപ്പെട്ടു പോയാല് വീട്ടിലുള്ളവരെ ചങ്കരിച്ചില് തമാശക്കാരിയാണ്. വേണ്ട കാതറെ. ഞമ്മക്കിത് കേൾക്കുമ്പോഴാണ് താത്തി പിന്നെ പോട്ടേന്ന് വെക്കാം. പഠിപ്പും ലോകവിവരമുള്ള നിങ്ങളിങ്ങനെ ബുദ്ധിമോശം പറഞ്ഞാലോ? തേക്കി കാതിര് പറയുന്നത് അതിന്റെ ശരി. ഞമ്മക്ക് ഈ കുട്ടികളെ പോലീസിൽ ഏൽപ്പിക്കാം. ഓറ്റാളി വീട്ടിലെത്തിച്ചോ. കാതറെ, കാതെന്നറിയൂ ഞാനെന്താ നാടും വീടും വിട്ട് ഈ കാട്ടിൽ ഒറ്റയ്ക്ക് കഴിയണമെന്ന്? എനിക്കൊരു മോളുണ്ടായിരുന്നു, സുമ. ഒറ്റ മോൾ. അവൾ ഒരു ചെറുപ്പക്കാരനെ സ്നേഹിച്ചു. അവർ ഒളിച്ചോടിപ്പോയി. അന്വേഷിച്ചു പിടിച്ച് അവളെ തിരിച്ചു കൊണ്ടുവന്നു. പക്ഷേ എന്റെ സുമമോള് അവൾ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. പിറ്റേന്ന് അവൾ ആത്മഹത്യ ചെയ്തു. കാതറിനറിയില്ല, സ്നേഹിക്കുന്ന മനസ്സുകളെ പിരിക്കരുത്. അത് പാവമാണ്. ആ കുട്ടിയോള് സ്നേഹമായിട്ട് അവിടെ കഴിഞ്ഞോട്ടെ. നമ്മളായിട്ട് അവരെ പിരിക്കണ്ട. വിനു, ഇത് കണ്ടോ? നിലത്തിടുന്നതാ. എന്താ അത്? ആന്റി, പാവം ദേ മുറിഞ്ഞിരിക്കണു. വല്ലാതെ നോന്നുണ്ടാവും. സാരമില്ല, മരുന്നരച്ചു പുരട്ടാം.
ചത്തച്ചീ മോളൂട്ടി, മോക്കിതാ കൂടുണ്ടാക്കുന്നു. Come on, children. Come, come. എങ്ങനെയുണ്ട് ഈ കാട്? ആര് വന്ന് വിളിച്ചാലും ഇവിടെ വിട്ടു പോകരുത്. ഡോണ്ട് വറി അബൌട്ട് എനിത്തിങ്. നിങ്ങൾക്ക് ഞങ്ങളുണ്ട് ഇവിടെ. വരൂ. ആ, നിങ്ങൾക്ക് എന്താ കുടിക്കാൻ വേണ്ടത്? ഒന്നും വേണ്ട, ഇപ്പൊ കാപ്പി കുടിച്ചതേ ഉള്ളൂ. ഓൾ റൈറ്റ്, വേണ്ടെങ്കിൽ വേണ്ട. നോ ഫോർമാലിറ്റീസ്. ഒളിച്ചോടി പോകുന്നതാണെങ്കിലും നിങ്ങൾ ഇവിടെ ഒന്ന് പെട്ടത് നന്നായി. നാട്ടിലേക്കാളും മനസ്സമാധാനം നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാവും. ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുകയായിരുന്നു. നമുക്ക് ഒരുമിച്ച് നടക്കാം. കമോൺ. എന്താണിത്? ഇത് മലവേടന്മാർ പൂജ കഴിച്ചതിന്റെ ബാക്കിയാണ്. അതിനിവിടെ അമ്പലമുണ്ടോ? ഇല്ല. പിന്നെ ആരെയാണ് അവർ പൂജിക്കുന്നത്? മലവേടന്മാരുടെ ദൈവം ഈ വെള്ളച്ചാട്ടമാണ്. വെള്ളച്ചാട്ടം ദൈവമോ? അതെ, ആദി മനുഷ്യൻ മുതൽ ശക്തിയെ ആരാധിച്ചു. തീയും വെള്ളവും പ്രപഞ്ചശക്തിയാണ്. ഈ വനഭൂമിയെ നിയന്ത്രിക്കുന്നത് ഈ വെള്ളച്ചാട്ടമാണ്. ഇത് കോപിച്ചാൽ ഈ കാടും ഇവിടുത്തെ സകല ജീവജാലങ്ങളും നശിക്കും. അതുകൊണ്ട് ഈ വെള്ളച്ചാട്ടത്തെ പ്രസാദിപ്പിക്കാൻ മലവേടന്മാർ ഇതിനെ ആരാധിക്കുന്നു. വരൂ. സാവകാശം ഉന്നമെടുത്ത് പഠിക്കണം, എന്നാലേ കിട്ടൂ. കാട്ടിൽ താമസിക്കാൻ ഇങ്ങനെ പലതും പഠിക്കാനുണ്ട്. ആദ്യം ഇവിടെ ചേച്ചിയും ഞാനും മാത്രമായിരുന്നു. പിന്നെ വല്ലപ്പോഴും വരുന്ന കാതൽ. ഇപ്പോൾ നിങ്ങളുമായി. വി ആർ ഗ്രോയിങ്. അങ്കിൾ, ഈ ആന്റി എന്താ എപ്പോഴും മുറിക്കാത്തിരുന്ന് തന്നെത്താൻ വർത്തമാനം പറയുന്നത്? ആന്റി കാര്യമില്ലേ? അതൊരു കഥയാണ് കുട്ടികളെ. ഞാനും കേട്ടിട്ടേ ഉള്ളൂ. വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ ഭർത്താവ് നായാട്ടിന് വരുമ്പോൾ താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ആ കോട്ടേജ്. ഒരു ദിവസം അവരുടെ ഭർത്താവ് നായാട്ടിന് പോയിട്ട് തിരിച്ചു വന്നില്ല. വെള്ളച്ചാട്ടത്തിൽ ഒലിച്ചുപോയി. ഇപ്പോഴും അയാൾ ഇവിടെ ഉണ്ടെന്നാണ് അവരുടെ തോന്നൽ. മരിച്ചു എന്ന് വിശ്വസിക്കാൻ മനസ്സ് തയ്യാറാവുന്നു. എ പെക്യൂലിയർ ടൈപ്പ്. പാവം ചേച്ചി. തുറന്ന മനസ്സാണ് അവരുടെ. കമോൺ വിനു. Sorry, hey, come. ഇത്ര പെട്ടെന്ന് ഉറക്കമായോ? ഇന്ന് എന്ത് പറ്റി ഇത്ര വലിയ ക്ഷീണം? കള്ളൻ ഉറക്കനടിച്ച് കിടക്കാണല്ലേ? പാവ ആന്റി ഇല്ലേ വിനു? നിങ്ങൾ എഴുതി തന്ന ഉടുപ്പും സാമാനും ഒക്കെ ഇതിന്റെ അകത്തുണ്ട്. പോയി മാറി എടുത്തു. പിന്നെ അറ്റത്
കാതിർക്ക കുടിക്കില്ലേ? നമുക്ക് വേണ്ടപ്പ, നമുക്ക് കുടിച്ചവരെ കാണുന്നതാ രസം. നമ്മ കുടിച്ച അതിന്റെ രസം പോയി. എന്നാ കാതൊരു പാട്ട് പാടൂ, ഞങ്ങൾ കൂടി രസിക്കട്ടെ. നന്ന് പാട് കാതിർക്ക. ആര്? ഞമ്മളാ. ഗുഡ് നൈറ്റ്. നമ്മൾ പിന്നെ വരാം. വാ. ആന്റി, ആ വാ. എന്താ ഇത്? എന്താ ഇത് ആന്റി? അയ്യോ ആന്റി. ആ എന്താ? ആന്റി സാരമില്ല, നീ പേടിക്കണ്ട, അറിയാതെ. ആന്റി എന്താ ആന്റി? പോടാ, എടാ പോവാൻ. ആന്റി പോടാ അവിടുന്ന്. കരയുന്നോ കഴുതക്കുട്ടി? പേടിച്ചു പോയോ മോള്? എന്താ ആന്റി പറ്റിയേ? പിന്നെ വന്നല്ലോ അവൻ. പോടാ. ദേ, ഈ മാല കണ്ടില്ലേ? ആന്റി തന്നതാ. എപ്പോ? ഇന്ന്. ഇന്നെന്താ വിശേഷം? അതേ, ഞാനിപ്പോ വലിയ പെണ്ണായില്ലേ? ഇല്ലല്ലോ, രാവിലെ കണ്ടത്ര തന്നെ ഉള്ളൂ. ഓ, ഈ വിനു ആന്റിക്ക് പണ്ട് ആന്റിയുടെ അമ്മ കൊടുത്താണത്രേ. വൈരാണ്, നല്ല വില ഉണ്ടാവില്ലേ വിനു? ഉണ്ടാവുമായിരിക്കും. അനി, ഇനി മോൾ ആന്റിയുടെ കൂടെ കിടന്നാ മതി.
പിന്നെ ഇനി അവളും കൂടെ ഇവിടെ കിടന്നോട്ടെ. അല്ലെങ്കിലേ മോള് വലുതായതാ, എപ്പോഴാ കുരുത്തക്കേട് തോന്നുന്ന അറിയില്ല. അല്ല, എന്താന്ന് കിതാബൊക്കെ തുറന്നു വെച്ചോണ്ട് അതിനെ കുത്തിയിരിക്കണ്? കുട്ടികൾക്ക് കുറച്ചുകൂടി ഉടുപ്പുകൾ വാങ്ങണം, അതിനുള്ള ചില ഡിസൈനുകൾ നോക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ നിങ്ങൾ നമ്മളെ എടങ്ങാറാക്കരുത്. അതെന്താ? ആ, അന്ന് കുട്ടികൾക്ക് ഉടുപ്പ് വാങ്ങിക്കാൻ നിങ്ങൾ കുറിപ്പ് എഴുതി തന്നല്ലോ. ഇതിന്റെ പടച്ചതമ്പുരാനെ എന്തെല്ലാം അതി പേരാണ്, അളവാണ് നിങ്ങൾ അതിൽ എഴുതിയിരിക്കുന്നത്. വാങ്ങിക്കാൻ ചെന്ന നമ്മളും വിൽക്കാൻ നിൽക്കണ കടക്കാരനും വായിച്ചൊരുപോലെയാണ് സ്വീപ്പാൻ. അല്ല, പറ്റാത്ത വാങ്ങിക്കൊണ്ടുവന്ന നിങ്ങൾ തൊള്ളി പറഞ്ഞ് നമ്മൾ കേൾക്കണല്ലോ. അല്ല, അല്ലെങ്കിൽ കാറ്റീന്റെ നടുവ് കിടക്കുന്ന നിങ്ങൾക്ക് എന്തിനാ കോളേജ് കുട്ടികളെ ജയിലിക്കുള്ള കുപ്പായങ്ങളും? കാടായാലും നാടായാലും ഡ്രസ്സുകൾ നന്നായിരിക്കണം, അപ് ടു ഡേറ്റ് ആയിരിക്കണം. എന്തെന്ന്? ആ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. പിന്നെ ഇക്കുമ്പത്ത് പിടിച്ച പേരെഴുതി തരാൻ ഞാൻ മതിയിട്ടാ. കഴിഞ്ഞ തവണ വിറ്റേന്റെയും മാങ്ങന്റെയും കണക്കൊന്നും നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. കണക്ക് കാതർ വെച്ചാ അതൊന്നും പറ്റൂല. അന്ന് വാഴക്കൊല വിറ്റ വകയില് കുട്ടികൾക്ക് തുണിയും കുപ്പായോ, പിന്നെ ഇങ്ങളെ മറ്റവനും കഴിച്ച് ബാക്കി ഇങ്ങക്കാണ് തരാൻ. ഇതാ പിടിച്ചോളി. എനിക്ക് കുറച്ചുകൂടി സാധനങ്ങൾ വേണം ഖാദർ, അത് കഴിച്ചു മതി. ആയിക്കോട്ടെ. എന്താ നോക്കുന്നേ? മീശ. അഞ്ചെട്ടെണ്ണുണ്ട്. ആന്റി പറയാണ് ഇനി പഴയ പോലെ കുട്ടിക്കളി ഒന്നും പാടില്ല, അടങ്ങിയും ഒതുങ്ങിയും കഴിയണമെന്ന്. അപ്പോ അനി ഇത്രയും നാൾ ചാടി നടക്കായിരുന്നു? വിനു വലുതാവുമ്പോ മേജറങ്കളിലെ പോലെ വലിയ മീശ വെക്കോ? എനിക്ക് അങ്ങനത്തെ മീശ ഇഷ്ടം. അയ്യേ ഈ വിനു. എടാ, നീ അപ്പുറത്തോട്ട് പോടെ ഇറക്കാം. മുതിർന്ന പെണ്ണ ഇവിടെ കുളിക്കുന്നേ.
മിനി, ഞാനിപ്പോ ശരിക്കും പഠിച്ചു. ഇതേ കണ്ട. എന്താ നോക്കുന്നേ? പോണ വഴിക്ക് പൂപ്പിലെ ചായക്കടയെന്നാ നമ്മൾ പേപ്പർ കണ്ടത്. കുട്ടികളുടെ പടം ഉണ്ടായി. അവര് തെരഞ്ഞു നടക്കാൻ തുടങ്ങിക്കണെന്ന് അതിന്റെ അർത്ഥം. തെരഞ്ഞു നടന്നോട്ടെ, ഏതായാലും അവര് ഈ കാട്ടിൽ നിന്ന് ഇവരെ പിടിക്കാൻ പോണില്ല എന്ന് പറഞ്ഞൂടാ മേജറെ. കുട്ടികളെ സൂക്ഷിക്കണം. അധികം പുറത്തൊന്നും ഇറങ്ങി നടക്കരുതിട്ടാ. ഞങ്ങളെ പിടിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഓ, അന്റെ ഒരു വർത്തമാനം കേട്ടാ തോന്നുന്നു അന്റെ ഒരാളുടെ സമ്മ ഇല്ലാഞ്ഞിട്ടാ ഓര് നിങ്ങളെ പിടിക്കാത്തീർന്നു. എന്നാ പിന്നെ വലിയ ബീമ്പത്തോടൊന്നും പറയണ്ട, സൂക്ഷിച്ചു ഇവിടെ കഴിഞ്ഞോളി. ആ വിനു, ഇതെന്ത് പറ്റി? വീണതാ. സൂക്ഷിച്ചു നോക്കി നടന്നില്ലെങ്കിൽ ഇത് കാടാ, എല്ല് കാണുകയല്ല. ഇന്ന് ആന്റി പുതിയൊരു കഥ പറഞ്ഞുതരാം. ഉറക്കം വരുന്ന ആന്റി, ഞാൻ കിടക്കാൻ പോവാ. നീ മതിയാക്കിയോ?
എന്നെ തൊടണ്ട. എന്റെ ചേച്ചി, അവർ സ്നേഹിച്ച് ഒളിച്ചോടി പോന്നവരാ, സന്യസിക്കാൻ വന്നതല്ല. എന്ന് വെച്ച് മര്യാദയ്ക്ക് കല്യാണം കഴിഞ്ഞിട്ട് പോരായിരുന്നോ? നിങ്ങൾക്ക് തമാശയാ. എന്റെ സങ്കടം എനിക്കല്ലേ അറിയൂ. ഞാൻ എന്റെ മോളെ പോലെ അവളെ നോക്കിയിരുന്നെ. കഴിക്കാം. വേണ്ട. വേണ്ട വേണ്ട, അവിടെ തന്നെ പോയി കിടന്നു. എന്റെ അടുത്ത് വരികയും വേണ്ട. ആന്റി, ഞാൻ കല്യാണം കഴിപ്പിച്ച് തരില്ലായിരുന്നു. അതിന് ക്ഷമയില്ലാണ്ട്. വേണ്ട, ഇനി നീ അവിടെ തന്നെ കിടന്നാ മതി. പൊയ്ക്കോ.
അങ്ങനെ പറയാം. ഒരമ്മയ്ക്ക് മനസ്സിലാകും മോള് ചീത്തയോടുള്ള വേദന. സാരമില്ല എന്നാ കല്യാണം കഴിപ്പിക്കാന് എന്ന് തന്നെ ഞാനും കരുതിയേക്കണ. അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാ? എന്നാലും അവൾ എഴുന്നേറ്റ് പോയപ്പോ നിങ്ങൾക്കെങ്കിലും എന്നെ വിളിച്ചുണർത്തായിരുന്നില്ലേ? താത്തി, കുട്ടികളുടെ വീട്ടുകാരോട് ചോദിക്കാണ്ട് നമ്മൾ നിക്കാതെ നടത്തിയാല് ആരായി വീട്ടുകാര്? എന്റെ പിള്ളേരുടെ കാര്യം ഞാനാ തീരുമാനിക്കാൻ. എന്റെ പിള്ളേര് ചീത്തയായി പോയി. ഇനിയും വെച്ചോണ്ടിരുന്ന കുടുംബത്തിനാ ചീത്തപ്പേര്. കാതറ് നാളെ വരുമ്പോ ഒരു താലിയും കൂടി വാങ്ങിക്കൊണ്ടുവരണം. ആ ശരി. വെനു, ഇതാ. ഇനി എന്റെ എല്ലാം നിങ്ങൾക്കുള്ളതാണ്. അത് കടിക്കരുത്. വൈരക്കല്ലാണ്. അകത്ത് പോയാലുണ്ടല്ലോ ചത്തുപോവും. നിങ്ങൾ സന്തോഷമായിട്ടും സ്വരുമയായിട്ടും കഴിയുന്നത് കണ്ടാൽ മാത്രം മതി ഇനി എനിക്ക്. അഗ്നിസാക്ഷിയായിട്ടല്ല, ഈ വനഭൂമിയുടെ ശക്തിയായ വെള്ളച്ചാട്ടത്തെ സാക്ഷി നിർത്തി നമുക്ക് ഈ വിവാഹം നടത്താം. വന്നിക്കു മക്കളെ. മക്കളെ, ഇങ്ങോട്ട് മാമിന്റെ മാലയായിട്ട് മാറും നമ്മൾ. വെനു, ഇതാ ഇതവളുടെ കഴുത്തിൽ കെട്ട്. കുടിക്ക്. അയ്യേ. Let us dance. Come on. നമുക്ക് പിരിയാം. എന്റെ പിള്ളേർക്ക് ഉറങ്ങാൻ സമയമായി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സ്വീറ്റ് ഡ്രീംസ്. അപ്പോഴേ ഒന്നിറങ്ങി വന്നേ. നമുക്കിത് അപ്പുറത്ത് കിടക്കാം. നമുക്ക് വയസ്സായില്ലേ? നമ്മുടെ ബെഡിൽ ഇനി പിള്ളേര് കിടക്കട്ടെ. നിങ്ങൾ കിടന്നു, ഞാൻ ഇപ്പൊ വരാം.
മനസ്സിനൊരു തണുപ്പ് പോലെ, എന്തൊക്കെയോ ഒരു ഭാരം ഇറക്കിയ പോലെ. ആന്റി അങ്ങളും കിടന്നിരുന്ന കട്ടില. പേടിയുണ്ടോ? ആരായിന്ന് അറിഞ്ഞു. എന്തിനാ കുടിച്ചേ? വെറുതെ ഒരു രസത്തിന്. അങ്ങനെ ഒരു രസം വേണ്ട, എനിക്കിഷ്ടല്ല. അനിക്കിഷ്ടമില്ലെങ്കിൽ അനിയാണെ എന്നാണെ ഞാൻ കുടിക്കില്ല. പ്രോമിസ്? പ്രോമിസ്. നമ്മളിപ്പോ കുട്ടികളൊന്നും കേട്ടോ, ഭാര്യയും ഭർത്താവുക. ആ സീരിയസ്നെസ് വേണം. ഉറക്കം വരുന്നില്ലേ? തലമാറി കിടന്നിട്ടാവും. സാരമില്ല, നമ്മുടെ പിള്ളേർക്ക് വേണ്ടിയല്ലേ. നമ്മൾ ചെയ്യാനുണ്ടായിരുന്നതൊക്കെ ചെയ്തു തീർത്തു ഇല്ലേ? ഇനി എനിക്ക് സമാധാനമായിട്ട് നിങ്ങളുടെ കൂടെ കിടക്കാമല്ലോ.